ഒരു വ്യക്തിയെ അവരുടെ തെറ്റുകൾക്ക് മാപ്പ് നൽകി ജീവിത പങ്കാളിയോ സുഹൃത്തോ ആയി കൂടെ നിർത്തുകയും ജീവിതത്തിൽ ഒരിക്കലും ആ തെറ്റ് അവർ ആവർത്തിക്കില്ല എന്ന് ഉറപ്പുണ്ടായിട്ടും ജീവിതകാലം മുഴുവൻ ആ തെറ്റ് അവരെ ഓർമ്മിപ്പിച്ച് കുറ്റപ്പെടുത്തുന്നത് തീർച്ചയായും അനുചിതവും വേദനാജനകവുമാണ്. ആ വ്യക്തിയോടുള്ള അനുകമ്പയോ സ്വന്തം ധാർമ്മിക മൂല്യങ്ങളോ ആകാം ഈ മാപ്പ് നൽകലിന് കാരണം. എന്നാൽ വീണ്ടും വീണ്ടും ഈ തെറ്റുകൾ ഓർമ്മിപ്പിക്കുന്നതിന് പിന്നിൽ ചില സൈക്കോളജിക്കൽ റീസൺസ് ഉണ്ട്. ഒന്നാമതായി, പഴയ മുറിവുകൾ അവശേഷിപ്പിക്കുന്ന ഭയം. തെറ്റ് ചെയ്ത വ്യക്തി മാപ്പ് ചോദിച്ചാലും ആ തെറ്റ് നമ്മളിലുണ്ടാക്കിയ ട്രോമ അത്ര പെട്ടെന്നൊന്നും മാഞ്ഞു പോവില്ല. വീണ്ടും ആ വേദന അനുഭവിക്കേണ്ടി വരുമോ എന്നുള്ള ഭയം നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കും. മറ്റൊന്ന്, ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം മറക്കുക എന്നല്ല. ആ തെറ്റിൻ്റെ ഓർമ്മകൾ മനഃശാസ്ത്രപരമായി തലച്ചോറിൽ റൂമിനേഷൻ എന്ന അവസ്ഥയ്ക്ക് കാരണമാകും. അതായത് പഴയ കാര്യങ്ങൾ അനാവശ്യമായി വീണ്ടും ഓർത്തെടുത്ത് മനസ്സസ്വസ്ഥമാക്കുന്ന രീതിയാണത്. മൂന്നാമതായി, ഭാവിയെ ഓർത്ത് എത്രത്തോളം ആത്മവിശ്വാസം നൽകിയാലും മുൻപുണ്ടായ തെറ്റ് ആ വ്യക്തിയെ അത്രമേൽ വിശ്വസിച്ചിരുന്ന ഒരു സമയത്തായിരുന്നു. വീണ്ടും വഞ്ചിക്കപ്പെടുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു സ്വയം രക്ഷാതന്ത്രമാണ് ഈ കുറ്റപ്പെടുത്തലുകൾ. തൻ്റെ പങ്കാളിയെ അല്ലെങ്കിൽ സുഹൃത്തിനെ വീണ്ടും തെറ്റിൻ്റെ വഴിയെ പോകാതെ നേരിൻ്റെ വഴിയെ പിടിച്ചു നിർത്താനുള്ള ഒരു ഉപായമായിട്ടാണ് ഈ ഓർമ്മപ്പെടുത്തലുകൾ. തൻ്റെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റുകൾ കാരണം ജീവിത പങ്കാളിക്കോ സുഹൃത്തിനോ ഉണ്ടായ മാനസികമായ മുറിവുകൾ ഹീൽ ചെയ്യാനുള്ള സമയം നൽകി ക്ഷമയോടെ കാത്തിരിക്കുക. തൻ്റെ ആത്മാർത്ഥതയും സത്യസന്ധതയും ശേഷിക്കുന്ന ജീവിതം കൊണ്ട് തെളിയിച്ചു കൊടുക്കുക എന്നതാണ് കരണീയമായ മാർഗം.